ഇങ്ങനെ പിശാച് പ്രിപ്പയർഡാണ്. ഞാൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ചിരിച്ചുപോയി എന്ന് മാത്രം. ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഉള്ളതന്നെ ഇങ്ങനെ പറയല്ല. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ ഉൾക്കൊണ്ടാലേ ഇന്ന് മുതൽ ഇത് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. വലത്തേതിനെ മുന്തിക്കുക, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും: തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. എന്ത് സാധനം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് കൊടുക്കണം. ഒരാളിൽ നിന്ന് എന്ത് വാങ്ങുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് വാങ്ങണം. അഹ്ലുസുന്നത്തി വൽ ജമാ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടേ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ, അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു സാധനം. എല്ലാവർക്കും ഒരു വെളുത്ത കുപ്പായം വേണം, ഇടണം എന്നല്ല കേട്ടോ, ഇടണം എന്ന് ഞാൻ പറയില്ല, വേണം. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളുത്ത വസ്ത്രം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് കാരണം. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം, ഇടണം എന്നല്ല, വേണം. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം. അങ്ങനെ സീമാ അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനമുണ്ട്, സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകളുടെ അടയാളം. എല്ലാവർക്കും അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് വേണം. എല്ലാവർക്കും അവനാൻ്റെത് വെച്ചിട്ട് ഒരു മുസാഫ് വേണം. ഓത്തി നമ്മൾ പള്ളിക്കുന്നൊക്കെ കയറി ഓതുക, എന്നാലും എൻ്റെ മുസാഫിൻ്റെ എടുത്താന്ന് ദണ്ണത്ത് കിടക്കുമ്പോൾ പറയാൻ പറ്റണമെങ്കിൽ ഒരു മുസാഫ് അവനാൻ്റെ വെച്ചിട്ട് വേണം. എല്ലാവർക്കും ഒരു തസ്ബീഹ് മാല വേണം. കൊണ്ടിടക്കണം എന്നല്ല പറയണത് കേട്ടോ, വേണം എന്നാണ് പറയണത്. ഒരു തസ്ബീഹ് മാല സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകളുടെ അടയാളങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഒരു തസ്ബീഹ് മാല. നിഅമൽ മുദക്കിറു അസ്സുബ്ഹ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് മാല ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ്. ആ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതിന് കുറേ വിശദീകരണം ഉണ്ട്. 1, തസ്ബീഹ് മാല മൗത്തിനെ ഓർമ്മപ്പെടുത്തും. 2, തസ്ബീഹ് മാല ദിക്റ് ചൊല്ലാൻ ഓർമ്മപ്പെടുത്തും. 3, തസ്ബീഹ് മാല സത്യം പറയാൻ ഓർമ്മപ്പെടുത്തും. തസ്ബീഹ് മാല കൈ പിടിച്ചാണ്ട് ഒരാൾക്ക് നുണറിയാൻ കഴിയൂല. തസ്ബീഹ് മാല അങ്ങനെ പിടിച്ചാണ്ട് ഗീബത്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, പക്ഷെ സാധാരണഗതിയിൽ കഴിയൂല. അപ്പം നിഅമൽ മുദക്കിറു അസ്സുബ്ഹ, തസ്ബീഹ് മാല ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന സാധനമാണ്. അതുകൊണ്ട് അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല വേണം. പഞ്ച് വരച്ചിട്ട് നീച്ചാൻ വയ്യാതെ കിടക്കുമ്പോൾ ഏടിയെ ഇൻ്റെ ആ തസ്ബീഹ് മാല എടുത്താന്ന് പറയണമെങ്കിൽ അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല ആണിമ തൂങ്ങിയെങ്കിലേ പറ്റുള്ളൂ. അത് വേണം. ഇതൊക്കെ തന്നെ. അപ്പം എന്തേ പറഞ്ഞു? ഒരു വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം, ഒരു തൊപ്പി എല്ലാവർക്കും വേണം, അവനാൻ്റെ വെച്ചിട്ടൊരു മുസാഫ് വേണം.